വയനാട് ടൗൺഷിപ്പിലെ വിള്ളലുണ്ടെന്ന ആരോപണമുയർന്ന വീട്ടിന്റെ ടെറസിൽ വെള്ളം കെട്ടി നിർത്താൻ ഉണ്ടാക്കിയ സംവിധാനം പൊളിച്ചുമാറ്റി. വിള്ളലുണ്ടോ എന്ന് പരിശോധിക്കാനാണ് വെള്ളം കെട്ടി നിർത്താൻ സംവിധാനം ഒരുക്കിയത്. ഞാനിപ്പോൾ ഉള്ളത് സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ കണ്ടെത്തിയ 8-ാം നമ്പർ വീട്ടിലാണ്. നൗഫലിന്റെ വീട്ടിലാണ്. അതിന്റെ ടെറസിലാണ്. താഴെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ താക്കോലൊന്നും വീട്ടുടമസ്ഥന്റെ കയ്യിലില്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ അവർക്ക് ഏൽപ്പിച്ച ആ പണിയൊക്കെ കൃത്യമായി തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിന് നേരത്തെ തന്നെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്താനായിട്ടൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഇവിടെ വെള്ളം കെട്ടി നിർത്തിയ ശേഷം ആ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പരിശോധന ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു വിള്ളലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇത്രയും ഈ ഒരു ഭാഗത്താണ് കൃത്യമായി വിള്ളലുള്ളത്. ഈ വിള്ളൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനുവേണ്ട കൂടുതൽ ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ളത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഒരു പോണ്ടിംഗ് ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. കാരണം ഇതിന് ചുറ്റും സിമെൻറ്റ് കൊണ്ടൊരു ഒരു സംവിധാനം ഉണ്ടാക്കി അതിൽ വീണ്ടും വെള്ളം നിറച്ച് ആ പരിശോധന അടക്കം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് പിന്നെയും അത് പൊളിച്ചു മാറ്റി. ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ ഈ ഒരു എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനായി ഈ എപ്പോക്സി അടിക്കാനായിട്ട് ഇവിടെ സംവിധാനങ്ങളടക്കം അതിനുവേണ്ട ആ ഒരു ആക്രിലിക് അടക്കം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ 8-ാം നമ്പർ വീട്ടിലെയാണ്. കഴിഞ്ഞ ദിവസം നൗഫൽ അടക്കം കൃത്യമായി പറഞ്ഞിരുന്ന വിള്ളലുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ULCCS അധികൃതരടക്കം വിള്ളലുണ്ട് എന്ന് വ്യക്തമാക്കിയ 8-ാം നമ്പർ വീടാണ്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട് 9-ാം നമ്പർ വീട്ടിലും ഇതേപോലെ തന്നെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ എപ്പോക്സി അടിച്ചത് തന്നെ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് പോകാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് എത്താം. കാരണം തൊട്ടടുത്ത് ഇനിയിപ്പോൾ ആ എപ്പോക്സി അടിക്കുന്നതടക്കമുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്.